ഡിയർ സ്റ്റുഡൻസ്, ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ. അപ്പോൾ എന്താണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് എപ്പോഴും പരീക്ഷയ്ക്ക് അധികം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞുതരാം. ഇറ്റ് ഈസ് എ മെത്തേഡ് ടു അവോയ്ഡ് ടാക്സ് ബൈ ഹൈ ഇൻകം ഗ്രൂപ്പ് ഓഫ് അസസി ബൈ ട്രാൻസ്ഫറിങ് സെക്യൂരിറ്റി ടു ലോ ഇൻകം ക്ലാസ്സസ് ഓഫ് അസസി ഓൺ ദി ഈവ് ഓഫ് ഡ്യൂ ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരുന്ന ഒരാൾക്ക്, ഹൈ ഇൻകം ഗ്രൂപ്പ് ഓഫ് അസസി, അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, അപ്പോൾ ഡിബഞ്ചറോ ബോണ്ടിലോ അയാൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടേണ്ട ആ സമയം വരുമ്പോൾ ഈ സെക്യൂരിറ്റി അയാളുടെ റിലേറ്റീവ്സിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ പേരിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ അവർക്ക് വിൽക്കുക. അതിനുശേഷം ഈ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടന്നതിന് ശേഷം വീണ്ടും ഈ സെക്യൂരിറ്റി അയാൾ തിരിച്ച് പർച്ചേസ് ചെയ്യുക. അങ്ങനെ പർച്ചേസ് ചെയ്ത് മെയിനായിട്ടും ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്ത്, ഇൻട്രസ്റ്റ് ട്രാൻസ്ഫറിങ് സമയത്ത് ഇത് വേറൊരാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് അയാളുടെ ഇൻകമായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇയാൾക്ക് അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ലോ ഇൻകം ഗ്രൂപ്പോ അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടാത്ത ഒരാളുടെ പേരിലേക്ക് മാറ്റിയതിന് ശേഷം ആ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് അയാളുടെ പേരിൽ ഈ ഡിബഞ്ചറോ സെക്യൂരിറ്റി നിലനിർത്തി പിന്നീട് അതിൻ്റെ പേയ്മെൻ്റ് എല്ലാം നടന്നതിന് ശേഷം വീണ്ടും തിരിച്ച് സ്വന്തം പേരിലേക്ക് മാറ്റുക. ഇത് മെയിനായിട്ടും ചെയ്യുന്നത് ടാക്സ് അവോയ്ഡൻസിന് വേണ്ടിയിട്ടാണ്. ടാക്സ് കൊടുക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു എസ്കേപ്പിസമാണ് ഈ പ്രോസസ്സ്. ഇതിനെയാണ് നമ്മൾ ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. സോ ജനറലി ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി പേയബിൾ ഹാഫ് ഇയർലി ഓർ ഇയർലി, ഒന്നില്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തുക. ദെൻ ഡ്യൂ ഡേറ്റ് ഫിക്സഡ് ആണ്. അപ്പോൾ ആ ഫിക്സഡ് ഡേറ്റ് വരുമ്പോൾ ഇത് വേറൊരാളുടെ പേരിലേക്ക് മാറ്റുക. ഇൻ ഓർഡർ ടു എസ്കേപ്പ് ഫ്രം ടാക്സ് പേയ്മെൻറ്റിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി സം അസസി സെൽ സെക്യൂരിറ്റി എ ഫ്യൂ ഡേയ്സ് ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ടു ദെയർ ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. അപ്പോൾ ഈ ഡ്യൂ ഡേറ്റ് ആവുന്ന തൊട്ട് അടുത്ത ദിവസം ഇത് അയാളുടെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ പേരിലേക്ക് മാറ്റും. ദെൻ റീപർച്ചേസ് ദ സെക്യൂരിറ്റി ഫ്രം ദം ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് ഓഫ് ദ ഡ്യൂ ഡേറ്റ്. ഇഫ് ക്ലോസ് റിലേറ്റീവ്സ് ഓർ ഫ്രണ്ട്സ് ആർ ലോ ഇൻകം ഗ്രൂപ്പ്, ബോത്ത് ദ പേഴ്സൺസ് ക്യാൻ എസ്കേപ്പ് ഫ്രം ടാക്സ് ലയബിലിറ്റി. അപ്പോൾ ഇതിൽ നിന്ന് ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ബൈ ദിസ് അഡ്വൈസ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് സഫർ ലോസ് ഓഫ് റവന്യൂ. ദിസ് ഇസ് നോൺ ആസ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ. ഇതിനെയാണ് നമ്മൾ ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. So in order to prevent this method of avoiding tax, it is provided that the assessing officer can include such income in the total income of the actual owner. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ, ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ നടന്നതായിട്ട് അസസിങ് ഓഫീസർക്ക് തോന്നുകയാണെങ്കിൽ ആ ഇൻകം ഈ അസസിയുടെ തന്നെ പേരിലായിട്ട് ഈ അസസിങ് ഓഫീസർ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനാണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇതെന്തായാലും പഠിക്കണം, എക്സാമിന് എപ്പോഴും വരാറുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, താങ്ക് യു.